കോഴിക്കോട് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂം തുറന്നുവെന്ന പരാതി. കോഴിക്കോട് JDTയിലെ സ്ട്രോങ് റൂമിൽ ജീവനക്കാർക്കായിരുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. സിനോജ് തോമസ്, ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിടുമ്പോൾ ഇതിൽ പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസറുടെ വിശദീകരണം കൂടി വരികയാണല്ലോ. സിനോജ്, എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, ഞാൻ നിൽക്കുന്നത് JDTയിൽ കോളേജിലാണ്. അതായത് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. എനിക്കൊപ്പം സൈഡിലുള്ളത് ഈ സ്ട്രോങ് റൂമിലെ വെബ്കാസ്റ്റിംഗ് വിൻഡോസ് ആണ്. ഇതിനകത്ത് ഇപ്പോഴും കാണാം ഒരു സ്ട്രോങ് റൂമിൻ്റെ അകത്ത് ജീവനക്കാരുണ്ട്. ഇപ്പോഴും ജീവനക്കാരുണ്ട്. അത് പോലീസ് സുരക്ഷയിലാണ് ജീവനക്കാർ അകത്ത് കയറിയിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പേരാമ്പ്ര മണ്ഡലത്തിലെ സ്ട്രോങ് റൂം അല്ല, വോട്ടിംഗ് യന്ത്രങ്ങളോ അല്ലെങ്കിൽ പോസ്റ്റൽ ബാലറ്റോ സൂക്ഷിച്ച മുറികളല്ലാതെ തൊട്ടടുത്തുള്ള പോളിംഗ് രേഖകൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന റൂമാണ് തുറന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇന്ന് തുറന്നിരിക്കുന്നത് പറയുന്നത്. എന്നാൽ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള UDF നേതാക്കളുണ്ട്. ഇവർ പറയുന്നത് സൗത്ത് മണ്ഡലമാണോ പേരാമ്പ്രയാണോ? അല്ല, ഇത് ഞങ്ങൾ ആസ് പെർ ദ CCTV ഇത് സൗത്ത് ആണ്. പക്ഷേ ആസ് പെർ ദ വേർഷൻ ഓഫ് കലക്ടർ പേരാമ്പ്രയാണ്. അതിൽ തന്നെ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾ കാൻഡിഡേറ്റ് ചീഫ് അങ്ങോട്ട് പോവാണ്. ഞങ്ങൾ സ്ട്രോങ് കാണും. സൗത്ത് എന്ന ലെവലിലാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നിപ്പോ ഈ വിഷയം വന്നപ്പോൾ അത് വലിയ അല്ലേ. അതായത് ഒരു ലൈൻ മുഴുവൻ നോക്കൂ, ഇത് ഒരു ലൈൻ മുഴുവൻ സൗത്താണ്. സൗത്തിലുള്ള ഫോട്ടോ നമുക്ക് ലഭിച്ചത്. അത് ചോദിച്ചപ്പോൾ പേരാമ്പ്ര എന്ന് പറയുന്നു. അതിൽ തന്നെ കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ തുറക്കാൻ പറ്റുമോ ഈ മുറി? അല്ല, ഇത് ഇന്നർ പെരിമീറ്ററിനുള്ളിൽ ഒരു മലയാളി പോകാൻ പാടില്ല. അതാണ് നിയമം. പോലീസ് സുരക്ഷയിലാണ് തുറന്നത്. അതെ, പോലീസ് സുരക്ഷ പാടില്ലല്ലോ. ഇതിൽ കേന്ദ്ര സേനയെ വിന്യസിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര സേനയ്ക്കാണ് ഇതിന് അധികാരം കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര സേന ഇത് അവരുടെ അധികാര പരിധിയിലാണ് കേരള പോലീസ് കയറിയിരിക്കുന്നത്. അല്ലല്ല, ആശയം ഇതിൽ പിഴവുണ്ട്. കാരണം ഇത് ഇന്നർ പെരിമീറ്ററിലുള്ള സംഭവമാണ്. അവിടെ ഒരു മലയാളി പോകാൻ പാടില്ല. നിങ്ങൾ ചരിട്ട് നോക്കൂ, അത് BSFന്റെ കൺട്രോളാണ്. ഇന്നർ പെരിമീറ്ററിനകത്ത് മെറ്റീരിയൽ റൂം വെക്കാൻ പാടില്ല. മാത്രമല്ല, ഇതുവരെ ലഭിച്ച വിവരം നമുക്ക് എന്താണ്, ഇതിന്റെ മുകളിലുള്ളത് കോഴിക്കോട് സൗത്ത് നിന്നാണ് ആസ് പെർ ദ CCTV. പക്ഷേ CCTVയിൽ കണ്ട ഇപ്പോൾ കളക്ടർ പറയുന്നത് പേരാമ്പിലാണെന്ന്. അവിടെ തന്നെ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം തന്നെ സ്ട്രോങ് റൂമിന്റെ പുറത്ത് കാണാൻ റൈറ്റ് ഉണ്ട് കാൻഡിഡേറ്റിന്. അത് ഞങ്ങൾക്ക് അധികാരമാണ്. ഞങ്ങൾക്ക് പോയി നോക്കുന്നുണ്ട്. ഏതായാലും ഇതിന്റെ അകത്ത് പിഴവുണ്ടായതിന്റെ കാര്യത്തോട് സംശയമില്ല. അതിൽ ബോധപൂർവ്വം പിഴവുണ്ടായിട്ടുണ്ട്. പേരാമ്പ്ര ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം, സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണ് തുറന്നത്. അങ്ങനെയല്ല, അത് പാടില്ല. സ്ഥാനാർത്ഥികളുടെ ഏജന്റിനെ തുറക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മുമ്പ്, 1 ദിവസം മുമ്പ് മെയിൽ അയക്കണം. അങ്ങനെ ഒരു മെയിൽ പേരാമ്പ്ര സ്ഥാനത്ത് ലഭിച്ചിട്ടില്ല, ഏജന്റ് ലഭിച്ചിട്ടില്ല. മാത്രമല്ല, അവിടെ തുറക്കേണ്ട ആവശ്യം എന്താ? ഇതിന് കൗണ്ടിംഗ് ഡേ അല്ലാതെ ഇത്രത്തോടെ ആവശ്യം എന്താ? രണ്ടാമത്തെ കാര്യം, ഇത്തരം മെറ്റീരിയൽ വെക്കേണ്ട മുറി സ്ട്രോങ് എടുത്ത് വെക്കാൻ പാടില്ല. അത് ഞങ്ങൾ പുതിയ അറിവാണ്. ഇത് ഇന്നർ പെരിമീറ്റർ ഏരിയ ആണ്, അവിടെ പാടില്ല ഒന്നും. ഇവർ പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇതിനകത്ത് പോസ്റ്റൽ ബാലറ്റ് EVM ഉൾപ്പെടുന്നതല്ല, മറിച്ച് മറ്റ് പോളിംഗുമായി ബന്ധപ്പെട്ട ഇതര മെറ്റീരിയൽസ് മാത്രമല്ല. മെറ്റീരിയൽ റൂം എന്നാണ് അവർ അതിനെ വിളിക്കുന്നത്. നിങ്ങളുടെ ബോധ്യം അങ്ങനെയല്ലേ? അല്ല, മെറ്റീരിയൽ റൂം ഇന്നർ പെരിമീറ്റർ വെക്കാൻ പാടില്ല. മെറ്റീരിയൽ റൂം വെക്കുന്നത് പുറത്താണ്. ഇതാ ഇവിടെ വെച്ച് പുറത്തായിരിക്കണം. അവിടെ തന്നെ പിഴവുണ്ട്, അവിടെ തന്നെ ദുരൂഹതയുണ്ട്. മാത്രവുമല്ല, ഞങ്ങൾക്ക് പോയി കാണുകയാണപ്പം. ഒറ്റക്കാരി കൂടി റസകവസ്ത്രമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ഫാത്തിമ തഹ്ലിയ UDFന്റെ. പേരാമ്പ്രയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ നിങ്ങളുടെ അറിവില്ലാതെയാണോ ഇപ്പോൾ ഈ പേരാമ്പ്ര? ഞാൻ ഇലക്ഷൻ ഏജന്റുമായിട്ട് സംസാരിച്ചു. എന്നോട് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു ഇലക്ഷൻ ഏജന്റ് അനുമതിയോടുകൂടിയാണ് ചെയ്തത്. ഇലക്ഷൻ ഏജന്റ് കല്ലൂർ മുഹമ്മദ് അലിയാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം അധ്യാപകനാണ്. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ഞാൻ അറിയില്ല എന്നാ. അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ, ഇത് ഈ പ്രമിസസിൽ ഒരു കാരണവശാലും ഇവർക്ക് പ്രവേശിക്കാൻ കേരള പോലീസിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്കോ പാടില്ല. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് അത് ചട്ടങ്ങളിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, എന്ത് മെറ്റീരിയൽസ് ഉണ്ടെങ്കിലും അത് കളക്ട് ചെയ്ത് സൂക്ഷിക്കേണ്ട ദിവസം എന്ന് പറയുന്നത് പോളിംഗ് സീൽ ചെയ്യാത്ത മുറിയാണ് ഇപ്പോൾ തുറന്നത് എന്നാണ് റിട്ടേണിംഗ് ഓഫീസറുടെ വിശദീകരണം. പക്ഷേ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് തന്നെ UDF നേതാക്കൾ വിശദീകരിക്കുകയാണ്. അവരാണ് ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.